ഇത് മുന്നേ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് അപ്ലോഡ് ചെയ്തത്. കുറച്ച് താമസിച്ചു പോയി. ശരിക്കും എൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, നഷ്ടപ്പെട്ടായിരുന്നു. അതിനൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സമയമെടുത്തത്. അപ്പോൾ ഇതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ് വന്ന ഒരു നെറ്റ് പീസിൻ്റെ എഡ്ജാണ് കേട്ടോ. ഞാനിങ്ങനെ ലേസ് കട്ട് ചെയ്തെടുത്തതാണ്, എൻ്റെ സൈഡ് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം 42 സെൻറ്റിമീറ്ററാണുള്ളത് കേട്ടോ. 42 സെൻറ്റിമീറ്റർ. ഇത് എത്രത്തോളം കൂടുതൽ വരുമോ അത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഒത്തിരി നീളം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനതിന് നേരെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിൻ്റെ എഡ്ജ് നമ്മുടെ സാധാരണ കോർത്ത് എന്ത് ചെയ്യുക, ടൈ ചെയ്യും. അത്രയേ ഉള്ളൂ. ഈ രണ്ടും കൂടെ കോർത്ത് ടൈ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഹെയർ ബോയുടെ ഫസ്റ്റ് ഘട്ടം. എന്താ പറയുക, നൂല് കൊണ്ട് നമ്മുടെ സൂചി വെച്ചിട്ടില്ലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇത് തീരെ നെറ്റ് ആയതുകൊണ്ട് നമ്മുടെ കൈ വെച്ചിട്ട് ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, എല്ലാം ഒരുപോലെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലെ എടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്, കണ്ടില്ലേ. ഇപ്പം നല്ലൊരു ഫ്ലെയർ ആയിട്ട്, കാരണം അത് ബാലൻസ് വന്നപ്പോൾ എനിക്കൊരു നല്ല ഭംഗിയായിരുന്നു എൻ്റെ എഡ്ജ്. അതുകൊണ്ടാണ് ഞാനത് കളയാതെ കൊണ്ട് വെച്ചിരുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലും കാണും. ഇതുപോലെ ഫ്രില്ല് ഉള്ളത് വേണമെന്നില്ല, ഫ്രില്ലില്ലാത്തതായാലും നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. വളരെ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് റീയൂസ് ഐഡിയ നമുക്ക് വേണ്ടി വാങ്ങിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചിരിക്കാം. സെയിം അതുപോലത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഗ്ലൂ ഗൺ വെച്ച് രണ്ടും ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന നെറ്റല്ലേ കേട്ടോ, ഇച്ചിരി കുഴവഴ നിൽക്കുന്ന ഇങ്ങനെ ഇരിക്കുന്നതാണ്. കണ്ടില്ലേ. അപ്പോൾ രണ്ടും കൂടെ ഒട്ടിച്ചിട്ട് ഇനി അതിൻ്റെ സെൻറ്റർ ഞാനൊന്ന് ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അതേ കളറിലുള്ള ഒരു സാറ്റിൻ റിബൺ തന്നെ അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ കുറച്ച് ഇങ്ങനെ ബാലൻസ് വന്ന പോർഷൻ ഞാൻ വെച്ചിരുന്നതിന് മുന്നേ വേറൊരു അക്സസറി ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാലൻസ് വരുന്നത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഹെയർ ബോ ചെയ്യാം, ഹെയർ ബാൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ. റബ്ബർ ബാൻഡിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഹെയർ ബോസ്. ജസ്റ്റ് ഒന്ന് ഈ സെൻറ്ററൊക്കെ നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ, നല്ല വൃത്തിയായിരിക്കും. നമ്മൾ സെൻറ്ററിൽ ഒരു പാച്ചസോ അറ്റാച്ച് കൊടുത്തില്ല എങ്കിലും അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തു. നോക്കി, ജസ്റ്റ് ഇതിലൊരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തിട്ടായാലും നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ബീഡോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും എന്താ പറയുക ഉപയോഗിക്കാം. ഇത് 1.5 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബണാണ്. ഇത് പ്രീമിയം ഡബിൾ ലെയർ അല്ല, സിംഗിൾ സൈഡാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ത്രീ ലെയറായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ശരിക്കും എളുപ്പത്തിൽ ബോ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അറേഞ്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ജസ്റ്റ് നോക്കി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ ചെയ്ത് വരുന്ന അത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് ഒരു ബോ ആയിട്ട് കറക്റ്റായിട്ട് നിൽക്കും. വളരെ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മടക്കി അറേഞ്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും എളുപ്പം, ഈ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ ഹെയർ ബോ ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് എന്താ പറയുക, ഈ 2-3 മടക്കൊക്കെ വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. കണ്ടില്ലേ, നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് എല്ലാം ഈക്വലായിട്ട് നല്ല ഭംഗിയിൽ കിട്ടും. എന്നിട്ട് അതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആദ്യം നെറ്റ് ചെയ്തില്ല, അതിൻ്റെ ബാക്ക് ലെയറിലാണ് ഞാനിത് കൊടുക്കുന്നത്. ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ലോങ് ടൈൽ എന്താ പറയുക, അതിനൊരു വാലൊക്കെ കൊടുത്തിട്ട് ബീഡൊക്കെ കൊടുത്തിട്ട് ഭയങ്കര രസമായിട്ടൊക്കെ ചെയ്യാൻ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒന്നും വേണ്ട, അതിൻ്റെ ഒരു എന്താ പറയുക ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാണത് കാണാനൊക്കെ. അതൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു എന്താ പറയുക പാച്ചസും കൂടെ കൊടുത്തു. നോക്കി, വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ബാക്കിലൊരു ബോ ചെയ്ത് ഫ്രണ്ടിൽ അതിനൊന്ന് ടൈ ചെയ്ത് ഒട്ടിച്ചു. ഇതിപ്പം കുറച്ചുകൂടെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ബാക്കിൽ ബോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ സ്റ്റിഫ് അല്ലാത്തത് കൊണ്ടാണ് ബോ പോലെ ഒന്ന് ബാക്കിൽ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി ജസ്റ്റ് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യും. കാരണം സാറ്റിൻ റിബണിലൊക്കെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കണമെന്നില്ല. ഒരു ഫിനിഷിങ്ങോടെ നല്ല നീറ്റായിട്ട് നിൽക്കാൻ ഇത് നല്ലതാണ്, അതുകൊണ്ടാണ്. ഇനിയും നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് കവർ ചെയ്തും ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടില്ല, അല്ലാതെ വെറുതെ സിമ്പിളായിട്ടാണ് ഡയറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നോക്കി, ഇനി തീരെ ആ ബ്ലാക്ക് പുറത്തേക്ക് കാണുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഉരുക്കി എടുക്കുക. നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.